ഓ മതി മതി, ഒരു ദിവസം ലീവായാൽ തുടങ്ങുമല്ലോ ഇങ്ങനെ ഓരോ പണി ചെയ്യാനായിട്ട്. നിന്റെ മനുഷ്യ, നിങ്ങക്ക് പ്രായമായതല്ലേ, കുറച്ച് മിണ്ടാതിരുന്നൂടെ? ആർക്കാടി പ്രായമായത്? 13-ാമത്തെ വയസ്സില് അച്ഛൻ്റെ അമ്മേനെയും കൂടി പറമ്പിൽ പണിക്കിറങ്ങിയതാ. അതുകൊണ്ട് വെറുതെ ഇരിക്കുക പറഞ്ഞ നടക്കുന്ന കാര്യമല്ലേ ലക്ഷ്മിയെ. ഓ, അതിന് ഞാൻ പറഞ്ഞ എപ്പോഴെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടാ? നിങ്ങൾ 5 മണിക്ക് എണിച്ചതല്ലേ, സമയം 8 ആയി, വിശപ്പും താവൊന്നുമില്ലേ? ഞാൻ അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കണ, ഒന്ന് വാ. നീ ചെറിയ പിള്ളേരെ വിളിക്കുന്ന പോലെ വാ വിളിക്കാൻ നിൽക്കൊന്നും വേണ്ട. വിശക്കുമ്പോ എനിക്ക് അറിയില്ലേ കഴിക്കേ. മോൻ എണീറ്റാ? ഓ, എണീക്കണോ? അതിന് നിങ്ങളുടെ പോലത്തെ സ്വഭാവമാണ് അവന്. ഇന്നലെ ശനിയാഴ്ചയാണ് വന്നിട്ട് ചെക്കന്മാരുടെ കൂടെ പോയിട്ട് എത്ര മണിക്കാ വന്നത്? 12 മണി കഴിഞ്ഞു. പിന്നെ ഇപ്പൊ എണീക്കാൻ പറ്റുമോ അവന്? കിടക്കട്ടെ, അവനെ വിളിക്കാൻ നിൽക്കണ്ട. അവന് ഞായറാഴ്ചയല്ലേ ലീവ് കിട്ടുള്ളൂ. പിന്നെ ഈ പ്രായത്തിലല്ലാണ്ട് ഏത് പ്രായത്തിലാണ് ഈ പിള്ളേരെ കൂടെ പുറത്തു പോയിട്ട് കറങ്ങാനൊക്കെ കിട്ടുക? ഏതിനും ഇങ്ങനെ കുറ്റം പറഞ്ഞ് നിൽക്കണ്ട കേട്ടോ. ഞാനൊന്നും പറയുന്നില്ലേ. അല്ലെങ്കിലും മകനെ പറഞ്ഞ അപ്പൊ നിങ്ങക്ക് എന്റെ മേലെ ചാടി കടിക്കാൻ വരുമല്ലോ. നിങ്ങളൊന്ന് കഴിക്കാൻ വാ, എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നുണ്ടല്ലോ ലക്ഷ്മിയെ, നിനക്ക് വിശന്ന എന്നെ കാത്തു വെക്കുന്നതിനാ, കഴിച്ചൂടെ? പറഞ്ഞാലും കേൾക്കില്ല. രാവിലെ കട്ടൻ ചായന്റെ കൂടെ 2 ബ്രെഡ് കഴിച്ചുകൊണ്ടേ ഇപ്പൊ വിശക്കുന്നില്ല. ഇങ്ങനെ വേറെ സാധനങ്ങളൊക്കെ കഴിഞ്ഞൂന്ന്. ഞാൻ പോയിട്ട് അപ്പീടി പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരാം, എന്നിട്ടൊക്കെ കഴിക്കാം. അതിന് നിങ്ങളുടെ വണ്ടി വർക്ക്ഷോപ്പിലല്ലേ, കിട്ടാൻ 2-3 ദിവസം എടുക്കുമല്ലോ. എന്തിനാ രാവിലെ ഇത്രയും ദൂരം നടക്കാൻ പോന്ന്? അവനൊന്ന് എണീക്കട്ടെ, കാറെടുത്ത് പോവാൻ പറയാ ഞാൻ. പിന്നെ ആ ശശീന്റെ പിടി അങ്ങ് കൊയിലാണ്ടിയാണല്ലോ. പണ്ട് ഈ കാറും ബൈക്കൊക്കെ ഉണ്ടായിട്ടാ? ഈ കുറച്ചൊക്കെ നടക്കണോ? നീ പോയിട്ട് ആ സഞ്ചിയും പൈസ എടുത്ത് വെക്കി. ആരോട് പറയാൻ? പിന്നെ പോകുമ്പോ നടന്നിട്ടാണെങ്കിലും വരുമ്പോ ഓട്ടോയില് വരണേ, കൊറേ സാധനങ്ങളുണ്ട്. നീ ചെല്ലന്റെ ലക്ഷ്മിയെ, അതൊക്കെ ഞാൻ കൊണ്ടുവന്നാളെ. ഓട്ടോറിക്ഷ വിളിക്കുന്നത് അതിന് 10-50 ഉറുപ്പ്യ കൊടുക്കുന്ന കാര്യം വേറെ എന്തെങ്കിലും വാങ്ങിക്കൂടായിരുന്നു? നിങ്ങൾ എന്തോ ചെയ്യ്. അല്ലെങ്കിലും മൂപ്പരോട് പറയാൻ പോയ എന്നെ വേണം പറയാൻ. എത്ര ദൂരമാണെങ്കിൽ ഇങ്ങനെ നടന്നിട്ട് തന്നെ പോവുള്ളൂ. അമ്മേ, കഴിക്കാൻ തന്നെ. നീ എണീറ്റാ? കഴിക്കാൻ പുട്ടും കടലക്കറിയും പഴമൊക്കെ ഉണ്ടടാ. എന്നെ വേഗം പോയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കുളിച്ചിട്ട് വാ. അച്ഛൻ രാവിലെ തന്നെ ആ ശശിയേട്ടന്റെ കടയിൽ പോയിരിക്കുക, കുറെ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ. ആ ഒറ്റയ്ക്കാവില്ല, മോനെ കാർ എടുത്തിട്ട് വിളിക്കാൻ പോ. എനിക്കൊന്നും ആകില്ലമ്മേ, അതൊക്കെ അച്ഛൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നോളൂ. അത് ശശിയേട്ടന്റെ വീട്ടിലെ കാറ് തിരിക്കാനും വളയ്ക്കാനൊന്നും കഴിയില്ല. ഞാൻ ബ്രഷ് ചെയ്ത് തരാം. അമ്മ വേഗം കഴിക്കെടുത്ത വെച്ചേ, എനിക്ക് കളിക്കാൻ പോകണ്ടതാ. 10-32 വയസ്സായി, ഇപ്പോഴും ക്രിക്കറ്റ് കൊണ്ട് നടക്കുക. എടാ, കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞായി, ആ ബോധം ഇല്ലേ നിനക്ക്? അല്ലെങ്കിലും അവള് പോയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? അവളെ കൊണ്ടുവരണ്ടേടാ. നീ ഒന്ന് പോയി വിളിച്ചിട്ട് വാ, എങ്കിലും കുഞ്ഞിനെ കാണാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അവളുടെ അമ്മയ്ക്ക് കാല് സുഖമില്ലമ്മേ, അതല്ല ഇത്ര ദിവസം ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പോയ 2 ദിവസം കൊണ്ട് ഇങ്ങോട്ട് ഓടി വരുന്നതാണ്. പിന്നെ അവള് ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നമ്മേ, നാളെ ഇങ്ങോട്ട് വരാം, ഒന്ന് വിളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് നാളെ ഓഫീസിലെ ചെറിയൊരു പരിപാടി ഉണ്ട്, ഞാൻ വരാൻ ലേറ്റ് ആവും. അവളുടെ അനിയനും ഇവിടെ ഇല്ല, അവളുടെ അച്ഛനെ കൊണ്ട് വിടാൻ പറയാല്ലേ? അതൊന്നും വേണ്ടടാ, അവളുടെ അച്ഛന് വണ്ടി ഒന്നും ഓടിക്കാൻ അറിയില്ലല്ലോ. ഇനിയിപ്പോ കുഞ്ഞിനെ കൊണ്ട് ബസ്സിലൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. നാളെ അച്ഛന്റെ വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടുന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിലേ അച്ഛനടുത്ത് ലീവ് എടുക്കാൻ പറയാ, അവളെയും കുഞ്ഞിനെയും കൊണ്ടുവരാലോ. അല്ല, നീ അച്ഛനെന്തിനാ ഈ വയസ്സാം കാലത്ത് പണിക്ക് പോകാൻ നിൽക്കുന്നത്? നമ്മുടെ തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കുന്നാ പോരെ? അതിന് അത്ര വലിയ തോട്ടമൊന്നും അല്ലല്ലോടാ, കുറച്ച് തെങ്ങും മാവും കവുങ്ങും ഉണ്ട്. അതിപ്പോ 2 മാസത്തിലൊരിക്കൽ പണിക്കാരനെ വിട്ടായി. അല്ലെങ്കിലും നിന്റെ അച്ഛൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടാ? ഏത് കാലത്ത് തുടങ്ങിയ പണിയാ, ഇനിയും ഒരു അവസാനമില്ല. അമ്മ എടുത്ത രാവിലെ ചൈന വെക്കണം. വന്നോ? ചായ എടുക്കട്ടെ? വേണ്ട, ഞാൻ വരുന്ന വഴിക്ക് ആ ചന്ദ്രന്റെ വീട്ടിൽ നിന്ന് ഒരു വെള്ളാപ്പവും ചായയും കുടിച്ചു. പിന്നെ നീ കഴിച്ചാ? ഓ, ഞാൻ 2 കഷ്ണം പുട്ട് വെച്ചു. അല്ലെങ്കിൽ ഒരു വെള്ളാപ്പം കഴിച്ചിട്ട് എന്താക്കാനാ? വരി, ഞാൻ എടുത്തു വെക്കാം. അതൊക്കെ മതി. മോനെവിടെ? അവൻ കഴിച്ചാ? ഓ, അവന്റെ കാര്യം കഴിഞ്ഞ് അവൻ ചെക്കന്മാരുടെ കൂടെ കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ നാളെ സന്ധ്യയും കുഞ്ഞും വരുന്നുണ്ട് പറഞ്ഞു. അവനെ വിളിക്കാൻ പോവാൻ ലീവില്ലത്രേ. നിങ്ങൾക്കൊന്ന് പറ്റുമോ പോവാൻ?
അല്ലെങ്കിൽ പിന്നെ ഞാൻ അവളുടെ അടുത്ത് ബസ്സിന് വരാൻ പറയാ. വേണ്ട വേണ്ട, അത്രയും ദൂരം കുഞ്ഞിനെ കൊണ്ട് ബസ്സിലൊന്നും വരണ്ട. രാവിലെ വണ്ടി കിട്ടുമല്ലോ, ഞാൻ പോയി കൂട്ടിയിട്ട് വരാം. നാളെ ഉച്ചക്ക് എൻ്റെ മോഹന്റെ മോളെ കല്യാണത്തിനൊന്ന് പോകണമെന്നുണ്ട്. ഇനിയിപ്പോ ഇന്ന് രാത്രി അങ്ങ് പോവാലേ? കവർ കൊടുക്കണ്ടേ അവിടെ? വേണ്ട വേണ്ട, ഇനിയിപ്പോ വണ്ടി ഇല്ലാണ്ട് അത്ര ദൂരം ഒന്നും പോവാൻ നിൽക്കണ്ട. അവനെന്തായാലും ഞായറാഴ്ച ലീവല്ലേ, ഞാൻ പോവാൻ പറയുന്നുണ്ട്. നിങ്ങൾ എണിച്ച് വന്നേ, എന്നിട്ട് വെള്ളയപ്പം കഴിച്ചിട്ട് വന്നിരിക്കുക. ഇവളീ കഴിക്കി വേറെ എത്ര കഴിക്കാനത് അത് കഴിക്കാൻ പറ്റണ്ടത്. എൻ്റെ അമ്മോ, ഏത് മോഹനാണോ എന്തോ. അതെ, നിങ്ങൾ എവിടെ എഴുതി വെച്ചിരിക്കണത്? അത് അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കിയൊന്നും കാണില്ലല്ലോ. ഇനിയിപ്പോ നോക്കാൻ നിക്കണ്ട. മോഹന 500 രൂപ തന്നത്. ഇനിയിപ്പോ അവക്കൊരു മോളെ കല്യാണല്ലേ, അവനോട് ഒരു 1000 രൂപ കൊടുത്തേക്ക് കേട്ടോ. ആ, എന്തായാലും ഇതോടെ കഴിഞ്ഞില്ലേ അവന്റെ 1000 രൂപ ഞാൻ കൊടുത്തയക്കുന്നുണ്ട്. പുതുമഴയാ ഇതെന്താടാ, രാവിലെ പോയതല്ലേ, സമയം 4 മണിയായി. ഇത്രയും നേരം ഉണ്ട് അതിന്റെ കളിയൊക്കെ? ഇന്ന് ടൂർണമെന്റ് ഉണ്ടായിരുന്ന മേഘ വൈകിയത്. ഓ, എന്ത് ടൂർണമെന്റ്? അല്ല, ഉച്ചക്ക് വല്ലതും കഴിച്ചാ? ഞങ്ങള് ചെക്കന്മാർക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ചമ്മേ. ആ, പിന്നെ നമ്മുടെ പുത്തേഴത്തെ മോഹനേട്ടന്റെ മോളുടെ കല്യാണം നാളെ. അവിടെ കവർ കൊടുക്കാണ്ട്, നീ വേഗം കുളിച്ചിട്ടേ അങ്ങോട്ടൊന്ന് പോവാൻ നോക്ക്. അയ്യോ അമ്മ, എനിക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളൊക്കെ കൂടി സിനിമയ്ക്ക് പോകുന്നപ്പോ. എടാ, വണ്ടി വർക്ക്ഷോപ്പിലാന്ന് നിനക്ക് അറിയില്ലേ? അച്ഛനാണെങ്കിൽ അത്രയും ദൂരം എങ്ങനെ പോകും പറഞ്ഞിട്ടാ? നീ ഒരു കാര്യം ചെയ്യ്, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, കവർ കൊടുത്തിട്ട് ആ വഴിക്ക് അങ്ങോട്ട് വെക്കോ. ഇത് എനിക്ക് കഴിയില്ല അമ്മ, ഈ കല്യാണത്തിന് കാലത്തൊന്നും പോയെ. എപ്പോഴും അച്ഛനല്ലേ പോവാ. നീ പറയുന്നത് കേട്ടാ മതി. ഈ വയസ്സാം കാലത്ത് എല്ലാവടിക്കും അച്ഛനെ തന്നെ ഓടിപ്പിക്കണോ? എടി മതി മതി, നീ എന്തിനാ അവനിങ്ങനെ ചെയ്ത് പറയുന്നത്? നീ പോലോടെ വെക്കോ, കല്യാണത്തിന് ഞാൻ പോകുന്നുണ്ട്. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ഇനിയിപ്പൊ ഇങ്ങനെയുള്ളവിടൊക്കെ അവന് വിടേ. എല്ലാത്തിനും നിങ്ങൾ എന്തിനെ ഒറ്റയ്ക്ക് ഓടുന്നത്? ചെക്കന്മാരൊക്കെ കൂടി സിനിമയ്ക്ക് പോകാൻ നിൽക്കുകയല്ലേ. നീ എന്റെ വെള്ളം മുണ്ടും ഷർട്ടും എടുത്തേക്ക്, ഞാൻ കുളിച്ചിട്ട് വരാം. ജോലിക്ക് പോയിട്ട് പൈസ തരുന്ന അല്ലാണ്ട് കുടുംബത്തിൽ ഒരൊറ്റ കാര്യം ചേക്കൻ അറിയില്ല. എന്തായിട്ടാ പറയുന്നത്? നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലാണെന്നോ? അച്ഛൻ നാളെ വിളിക്കാൻ വേണ്ടിട്ട് ഞാനും കുഞ്ഞും കാത്തിരിക്കുക. അല്ലപ്പോ അത് ഏത് ഹോസ്പിറ്റലിലാ? ഞാൻ വരാം അങ്ങോട്ട്. ദൈവമേ, അച്ഛനിപ്പോ എന്താ പറ്റിയത്? ആ, നിങ്ങൾ എത്തിയോ? എത്ര ആളുണ്ട്? വേണ്ട, തുടങ്ങിക്കോ, അപ്പോഴേക്കും അവൻ എത്തും. ആ, എടാ മോനെ, കൈ കൊണ്ടാണോ പുല്ല് പറിക്കുന്നത്? അച്ഛൻ ചെയ്യണ കണ്ടിട്ടില്ലേ? കൈക്കോട്ടെടുത്ത് ചെത്തടാ. കൈക്കോട്ടെ എവിടെയമ്മേ? അതൊക്കെ പിന്നെ ചെയ്യാം. തോട്ടത്തിൽ പണിക്കാരെ വന്നിട്ട് നീ അങ്ങോട്ട് പോവാൻ നോക്ക്. തോട്ടത്തിലേക്കോ? അവിടെ പോയിട്ട് ഞാൻ എന്താക്കാനമ്മേ? അച്ഛൻ പോയി പിന്നെ 3-4 മാസമായില്ലേ, അവിടെ ആളും അനക്കൊക്കെ ഉണ്ടായിട്ട്. അവിടെ ആ തേങ്ങ അടയ്ക്കൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. എല്ലാം ഒന്ന് കൂട്ടിയിട്ടിട്ടേ ഈ പണിക്കാർക്ക് വേണ്ട വളം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. എന്ത് വളം അമ്മേ? എവിടെ കിട്ടുക അത്? അച്ഛനുണ്ടെങ്കിൽ രാവിലെ 6 മണിയാകുമ്പോഴേക്കും പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. നീ പണിക്കാരൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞുതരും. ഏത് കുറി ചേട്ടാ? വായനശാലല്ലേ? എത്ര ഉണ്ട്? ഇല്ല, അതെല്ലാം അച്ഛനാ നോക്കലേ. എനിക്ക് ഞാൻ അങ്ങോട്ട് വരാം. ആ ഏട്ടാ, പോയിട്ട് വരുമ്പോഴേ സാധനങ്ങൾ വാങ്ങിക്കണേ. എന്ത് സാധനടാ? എല്ലാം തീർന്നിരിക്കേട്ടാ, കുറേ ആയിട്ട് വാങ്ങിച്ചിട്ട്. ഒക്കെ കുറച്ച് കുറച്ച് വാങ്ങിച്ചോ. എടാ, എന്തൊക്കെയാ വേണ്ടച്ചാ നീ ഒരു ലിസ്റ്റ് തരുമോ? ഇന്നേവരായിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല അല്ലേ?
അച്ഛനാണെങ്കിൽ അടുക്കളയിൽ വന്ന് ഓരോരോ പാത്രങ്ങൾ നോക്കിയിട്ട് വേണ്ട ലിസ്റ്റ് എടുത്തിട്ട് പോകും. ഏട്ടൻ വിട്ടോ, ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം. അമ്മേ, രാഘവേട്ടൻ്റെ വീട്ടില് 500 കവർ ഇട്ടാ പോരല്ലേ? എടാ, അവര് 500 തന്നത്. ഇനിയിപ്പോ ഇങ്ങോട്ട് കിട്ടാനുള്ളതൊന്നും നോക്കണ്ട. 750 1000 കൊടുക്ക്. അച്ഛൻ അങ്ങനെ ചെയ്യുക. അമ്മേ, അത് നോക്കിട്ട് ചെയ്യാം. പിന്നെ ആ സുദേവന്റെ അവിടെയും ഭാസ്കരേട്ടൻ്റെ അവിടെയും എപ്പോഴാ പോവാ? അത് ഇന്നാണോ? എടാ, ഇന്ന് 2 കല്യാണം ഒരു വീട്ടിൽ കൂടുതലാണ് ഉള്ളത്. ആ ടേബിളിൽ എല്ലാ കാർഡുകളും ഉണ്ടല്ലോ, നീ അതൊന്നും നോക്കിയില്ലേ? അതിൻ്റെ അടുത്ത് തന്നെ ബുക്കും വെച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എത്രയാ വേണ്ടച്ചാ നീ കവർ ഇടണേ, ഞാൻ എടുത്തു തരാം. അച്ഛനാണെങ്കിൽ ഒന്നിനും ഒരു മുടക്കവും വരത്തില്ല. ഇത്ര വൈകിയെങ്കിലും അവിടെ എത്തും. എന്താ ഏട്ടാ, എന്തൊരു മൂടോട്ട്? എടാ, അച്ഛൻ പോയപ്പിന്നെ ഒരു ദിവസം പോലും എനിക്ക് റെസ്റ്റ് ഇല്ലടോ. സത്യം പറഞ്ഞാൽ അച്ഛനുള്ള സമയത്ത് എനിക്കൊന്നും അറിയണ്ടായിരുന്നു. ജോലിക്ക് പോയിട്ട് മാസം എന്തെങ്കിലും ഒരു പൈസ വീട്ടിൽ കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പച്ചക്കറി വാങ്ങലും റേഷൻ പീടികയിൽ പോക്കും കല്യാണവും കാതുകുത്തും പറയും പോക്കലും എല്ലാ കാര്യവും അച്ഛൻ നോക്കുമായിരുന്നു. ഒരു വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടെന്നേ എനിക്ക് ഇപ്പോഴാടോ മനസ്സിലാകുന്നത്. നമ്മൾ ഈ വീട്ടിൽ വെക്കുന്ന അരി ഏതാണെന്ന് പോലും എനിക്കറിയില്ല. ഉള്ള സമയത്ത് അച്ഛനോട് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചു പോലുള്ളൂ. എന്തുണ്ടെങ്കിലും അമ്മയോടോ പറയാ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അതെനിക്കറിയില്ലടാ. അച്ഛനോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ ആൺകുട്ടികൾക്ക് അത് എങ്ങനെ പ്രകടിപ്പിക്കാന്ന് അറിയില്ല. അതന്നെ അച്ഛനില്ലാത്ത വീട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഭയങ്കര ശൂന്യാടോ. ഒരു ധൈര്യം ഇല്ലാത്ത പോലെ. സാരമില്ല ഏട്ടാ, ഇനിയും അതെന്നെ ആലോചിച്ചു മനസ്സ് വേദനിക്കണ്ട. ഉള്ളപ്പോ മനസ്സിലാക്കാൻ പറ്റില്ല അച്ഛാ. അമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ച് എല്ലാവരും പറയും. പക്ഷേ ജീവിതകാലം മുഴുവൻ കുടുംബത്തിനും മക്കൾക്കും വേണ്ടി മാത്രം പണിയെടുക്കുന്ന അച്ഛന്മാരുടെ സ്നേഹത്തെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. ഈ ഭൂരിപക്ഷം വരുന്ന ആൺകുട്ടികളും അച്ഛന്മാരോട് പൊതുവെ സംസാരിക്കൽ വളരെ കുറവാണ്. ഒരുപക്ഷെ അവർ നമ്മളെ വിട്ടുപോകുമ്പോഴായിരിക്കും നമ്മുടെ അച്ഛൻ നമുക്ക് ആരെല്ലാമായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് കൂടെയുള്ളപ്പോൾ തന്നെ അവരെ സ്നേഹിക്കുക, ചേർത്ത് പിടിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക.